ഒരിടത്ത് കല്ലുകളിൽ ജീവൻ തുടിപ്പിക്കാൻ കഴിവുള്ള ഒരു മഹാശില്പി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഉളിയുടെ ഓരോ സ്പർശനത്തിലും നിർജീവമായ പാറകൾക്ക് ജീവൻ വെക്കുമായിരുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ കാണാൻ ഒഴുകിയെത്തി. ഒരിക്കൽ അദ്ദേഹം പണി തീർത്ത ജീവൻ തുടിക്കുന്ന ഒരു അശ്വപ്രതിമ കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. അതിന്റെ പേശികൾ തുടിക്കുന്നതായും കണ്ണുകളിൽ കുതിരയുടെ ചൈതന്യം തിളങ്ങുന്നതായും കാറ്റിൽ അതിന്റെ സടകൾ പാറിപ്പറക്കുന്നതായും കാഴ്ചക്കാർക്ക് തോന്നി. ആ പ്രതിമയുടെ മുന്നിൽ നിന്നവരെല്ലാം ശില്പിയുടെ കഴിവിനെ വാഴ്ത്തി. അക്കൂട്ടത്തിൽ അദ്ദേഹത്തെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു യുവാവുണ്ടായിരുന്നു. അവൻ വിനയത്തോടെയും അത്ഭുതത്തോടെയും അദ്ദേഹത്തോട് ചോദിച്ചു, "ഗുരു, ഒരു ഭാവനയുമില്ലാതെ ഈ കരിങ്കല്ലിൽ നിന്ന് ഇത്രയേറെ ജീവസുറ്റ മനോഹരമായ ഒരശ്വത്തെ അങ്ങ് എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്?" ആ മഹാശില്പി ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ജ്ഞാനത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, "ഞാൻ ഈ കുതിരയെ രൂപപ്പെടുത്തിയതല്ല. ആ കുതിര എപ്പോഴും ഈ കല്ലിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്റെ ജോലി ആ കുതിരയല്ലാത്ത കല്ലിന്റെ ഭാഗങ്ങൾ ശ്രദ്ധയോടെ ചെത്തിക്കളയുക എന്നത് മാത്രമായിരുന്നു." നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും കഴിവും പുറത്തുനിന്ന് തേടി കണ്ടെത്തേണ്ട ഒന്നല്ല. അത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ജന്മനാ തന്നെ ഉണ്ട്. പുതിയ കഴിവുകൾ നേടുന്നതിനേക്കാൾ പ്രാധാന്യം ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന യഥാർത്ഥ കഴിവിനെ തിരിച്ചറിഞ്ഞ് പുറത്തു കൊണ്ടുവരിക എന്നതാണ്.